ഒരു പോയിന്റ് വരുമല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു റൈസ് ഇല്ല, പൈസ ഇല്ല കയ്യില്, കീശയില് 10 രൂപ പോലും ഇല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? നമുക്ക് സ്റ്റാഫുകൾ എടുക്കണം, ഓഫീസ് വേണം, നമുക്ക് ബാക്കപ്പ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അടുത്ത മാസം മുട്ടിക്കും. ഒരു സാധാരണ ഒരു ഒറ്റ ഷട്ടറുള്ള ഓഫീസ് സ്പേസ് എടുത്ത് അതിന്റെ ഫ്രണ്ടിൽ കവറിങ് പോലില്ല, ഷട്ടർ തുറന്ന നേരെ ഓഫീസാണ്. അവിടെ ഒരു ഡൈനിങ് ടേബിളും അല്ല ഒരു ഗ്ലാസിന്റെ ഒരു ടേബിളും 4 ചെയറും ഇട്ടിട്ടാണ് ഞാൻ ഓഫീസ് തുടങ്ങുന്നത്. നമ്മുടെ മുന്നിലൊരു വിഷൻ ഉണ്ട്, ഐ ക്യാൻ അച്ചീവ് സംതിങ് എന്നുള്ള ആ വിഷന്റെ പുറകിലാണ് ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. 8 വർഷം മുന്നേ ഞാൻ തുടക്കത്തിൽ അന്ന് കൂടെ നിന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. AI ChatGPT ഒക്കെ വന്നതുകൊണ്ടിട്ട് ഞങ്ങളുടെ പണി പോവോ, ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിനോടുള്ള ഒരു ജെന്യുവൻ ആൻസർ എന്താ? AI അറിയാത്ത പണിക്ക് പോയാൽ തൊലി പോവും. അതായത് AI നമ്മൾ അപ്ഡേറ്റഡ് ആവണം. Every success story starts with nothing but a dream. Here we go beyond success. The risks, the failures, the struggles and the rise. So let's welcome Mr. Suresh Kumar to Brand Mantra and let's talk about your brand. Thank you so much for welcoming. Sir, how did you start this journey? I mean, emotionally, financially, and how did it all begin? ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ കുറച്ച് ബാക്കിലേക്ക് പറയേണ്ടി വരും. എൻ്റർപ്രണർഷിപ്പിലേക്ക് വന്നത് ഒരു 10 വർഷമായിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ മുന്നോട്ടുള്ള ബാക്കിലേക്കുള്ളൊരു 20 years പറയേണ്ടി വരും. അറിയാമല്ലോ, അന്ന് ടെക്നോളജിയും കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ, ഒരു 96-97 കാലഘട്ടത്തിലാണ് ഞാൻ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ, എൻ്റെ മണ്ണാർക്കാട് MES കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമയാണ് ഞാൻ ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണത്. ദെൻ ഐ സ്റ്റാർട്ടഡ് ആസ് എ ഫാക്കൽറ്റി ഇൻ MES കോളേജ് ആസ് എ കമ്പ്യൂട്ടർ ഫാക്കൽറ്റി. അവിടെ 2-3 വർഷം അവിടെ വർക്ക് ചെയ്തു. ദെൻ ഐ ഷിഫ്റ്റ് ടു കൊച്ചിൻ, ബിക്കോസ് അന്ന് കൊച്ചിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാവർക്കും സെലക്ട് ചെയ്യാവുന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ കൊച്ചിയാണ്. അങ്ങനെ കൊച്ചിയിൽ വന്ന് അഗെയിൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഐ മൂവ് ടു അതർ ഓർഗനൈസേഷൻസ് ആസ് എ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, IT മാനേജർ, CTO, CIO. ദെൻ ഫൈനലി 2016 ഐ ഷിഫ്റ്റഡ് ടു എൻ്റർപ്രണർഷിപ്പ്. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു സ്ഥാപനം തുടങ്ങുക എന്നുള്ളത്. അപ്പോൾ പല സ്ഥാപനങ്ങളിൽ ഒരു IT മാനേജർ, IT ആയിട്ടൊക്കെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് കിട്ടിയപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, സുരേഷിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെ പബ്ലിക്കിന് യൂസ് ചെയ്യാവുന്ന രീതിയിലൊരു സർവീസാക്കി മാറ്റാൻ പറ്റുന്നു. അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയുണ്ട്, മിസ്റ്റർ അബ്ദുൽ കരീം, പഴരി ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. ആളെന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ഞാനൊരു എൻ്റർപ്രണർഷിപ്പിലേക്ക് വരാൻ. ഹീ ഈസ് ദ മെയിൻ റീസൺ വെൻ ഐ എം സിറ്റിംഗ് ഹിയർ, ഹീ ഈസ് ദ റീസൺ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് തോന്നി എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്യണമെന്ന്. അങ്ങനെയാണ് ഞാൻ സ്കൈബടെക് എന്ന് പറയുന്ന IT കൺസൾട്ടിങ് കമ്പനി 2016 ഞാൻ തുടങ്ങുന്നത്. Yes, great. So how hard it was, like നമ്മൾക്ക് സപ്പോർട്ട് വേണം, നമ്മളുടെ കൂടെ ആരെങ്കിലും നിൽക്കണം, ഇനീഷ്യലി അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവുമല്ലോ, ആൻഡ് ഓൾസോ ഫൈനാൻസ് മാറ്റേഴ്സ്. ആൻഡ് ഹൗ വാസ് ദ ജേർണി ദെൻ? അല്ല, ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ നിൽക്കേണ്ടത് നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു ജോലിക്കാരനായിട്ട് കണ്ട ഒരു ഫാമിലി, എൻ്റെ പാരൻസ് ആണെങ്കിലും വൈഫ്, കുട്ടികളാണെങ്കിലും അവരെല്ലാവരും ഞാനൊരു സ്ഥാപനത്തിലെ ഒരു ഹയർ പൊസിഷനിലാണെങ്കിൽ പോലും CTO, CIO എന്നൊക്കെ പ്രൊഫൈലിൽ വർക്ക് ചെയ്യുമ്പോഴും അവർക്ക് ഞാനൊരു എൻ്റർപ്രണർഷിപ്പിലേക്ക് വരികയെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞത്, ഞാൻ സ്വന്തമായിട്ടൊരു ജോലിയിലേക്ക് സ്വന്തമായിട്ടൊരു സ്ഥാപനത്തിലേക്ക് വന്നാൽ കൂടുതൽ സമയം കിട്ടും, നിങ്ങളുടെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ ഇപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങി, ജോലിയായിരുന്നു നല്ലതെന്ന്. അതായത് നമുക്കൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അറിയാലോ, ഒന്നാമത് ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിൽ അവിടെ തുടങ്ങി വന്നു കഴിയുമ്പോൾ പിന്നെ പ്യുവർലി സർവീസ് ഓറിയൻറ്റഡ് ആകുമ്പോഴും അത് ടെക്നോളജിയിൽ കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഇൻവോൾവ്മെൻറ്റ് മാക്സിമം എല്ലാ സ്ഥലങ്ങളിലും ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തത് ഫാമിലി തന്നെയാണ്, ഭാര്യ, മക്കൾ, പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്നെ അറിയാവുന്ന ഒരുപാട് എൻ്റർപ്രണേഴ്സ്, അവർ ഞാൻ ടെക്നോളജി കൺസൾട്ടിങ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം തുടങ്ങി വന്നപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ അതിനോടൊപ്പം സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോർട്ട് മീൻസ് സുരേഷ് ദിസ് ഈസ് ഗുഡ്, ഇത് നല്ല കോൺസെപ്റ്റ് ആണെന്നൊക്കെ പറയും. പക്ഷേ എനിക്ക് ഫിനാൻഷ്യലി അത് ബെനിഫിറ്റായി മാറണമല്ലോ. എനിക്ക് അപ്പം ഞാൻ കേരളത്തിൽ നല്ലൊരു സാലറി വാങ്ങി ഒരു വലിയൊരു ഗ്രൂപ്പിൻ്റെ
ചീഫ് ഇൻഫർമേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ കൺസൾട്ടിങ് എന്ന് പറയുന്ന ഒരു പാഷൻ്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ആശയത്തിൻ്റെ മുകളിൽ ഞാൻ ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങി അതിലൂടെ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഒരാളുടെ അടുത്ത് ചെന്ന് ഞാൻ അഡ്വൈസ് തരാം, ടെക്നോളജി അഡ്വൈസ് തരാം. കാരണം എനിക്ക് പ്രൊഡക്റ്റുകളൊന്നുമില്ല, ഞാൻ വേറെ സർവീസുകളൊന്നും കൊടുക്കുന്നില്ല. ഐ ഗിവിങ് ഓൺലി ടെക്നോളജി അഡ്വൈസറി സർവീസ്. അപ്പോൾ പലരും പറയും അതിന് എത്ര പേ ചെയ്യേണ്ടി വരും എന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഫീസൊക്കെ പറയുമ്പോൾ ആളുകൾ അത് അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറല്ല. കൺസൾട്ടിങ്ങിൻ്റെ ഒരു ആവശ്യം എന്താ, ഞങ്ങൾക്ക് സോഫ്റ്റ്വെയറിന് ആൾക്കാരുണ്ട്, ഞങ്ങൾക്ക് ഇൻഹൗസ് ആൾക്കാരുണ്ട്, വാട്ട് ഈസ് എ യൂസ് എന്നുള്ളൊരു കാലഘട്ടം, അതായത് 10 വർഷം മുന്നേ. അപ്പോൾ ഫിനാൻഷ്യലി ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു സാധാരണ ഒരു ഒറ്റ ഷട്ടറുള്ള ഒരു ബിൽഡിങ്ങിൽ ഒരു ഷട്ടറുള്ള ഒരു ഓഫീസ് സ്പേസ് എടുത്ത് അതിൻ്റെ ഫ്രണ്ടിൽ കവറിങ് പോലില്ല, ഷട്ടർ തുറന്ന നേരെ ഓഫീസാണ്. അവിടെ ഒരു ഡൈനിങ് ടേബിളും അല്ല ഒരു ഗ്ലാസിൻ്റെ ഒരു ടേബിളും 4 ചെയറും ഇട്ടിട്ടാണ് ഞാൻ ഓഫീസ് തുടങ്ങുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ മുന്നിലൊരു വിഷൻ ഉണ്ട്, ഐ ക്യാൻ അച്ചീവ് സംതിങ് എന്നുള്ള വിഷൻ്റെ പുറകിലാണ് ഞാൻ അങ്ങനെ ഒരു എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്. അന്ന് എൻ്റെ കൂടെ ഫാമിലി നിന്ന പോലെ തന്നെ എൻ്റെ കൂടെ നിന്ന ചില ആളുകൾ, എൻ്റെ കൂടെ ജോലിക്ക് വന്ന ആളുകളുണ്ട്. അവർ ജോലിക്കാരായിട്ട് കണ്ടിട്ടില്ല, അവരൊക്കെ സ്ഥാപനത്തിൻ്റെ പാർട്ട്നേഴ്സായിട്ട് തന്നെ ഉണ്ട്. ഇന്നും അവർ കൂടെ ഉണ്ട്. 8 വർഷം മുന്നേ ഞാൻ തുടക്കത്തിൽ അന്ന് കൂടെ നിന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. മിസ്റ്റർ ജയചന്ദ്രൻ, അതേപോലെ തന്നെ മിസ്റ്റർ സനീജ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ഇന്നും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അവരൊരു പാർട്ട്ണറായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. while talking about this partnership, ഒരു പാർട്ട്ണർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ദ സപ്പോർട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണൽ, ഫൈനാൻഷ്യൽ, എവറിത്തിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദിസ്. ഹൗ ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ആൻ റിയൽ പാർട്ട്ണർ ഇൻ ബിസിനസ്? റിയൽ പാർട്ട്ണർ നമ്മളെന്താണോ അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കണം റിയൽ പാർട്ട്ണർ. അയാൾ എല്ലാ രീതിയിലും നമ്മളെ ഉൾക്കൊള്ളണം. കാരണം നമ്മുടെ സോളാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സോളാണ്, നമ്മുടെ ഒരു വിഷനാണ് ഓർഗനൈസേഷനായിട്ട് മാറുന്നത്. ആ സോളിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളായിരിക്കണം പാർട്ട്ണർ. അത് ഫിനാൻഷ്യലിയും ഇമോഷണലിയും നമ്മുടെ തിങ്കിങ് തന്നെ ആയിരിക്കണം അയാളുടെയും തിങ്കിങ്. നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതെല്ലാം അയാളും സ്ട്രഗിളായിട്ട് കാണണം. അങ്ങനെ നിൽക്കുന്ന ഒരാൾക്കാണ് നമ്മുടെ പാർട്ട്ണർ ആവാൻ പറ്റുള്ളൂ. പല ഏരിയയിൽ അതെനിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും ഇവർക്ക് കുറച്ചുകൂടി എന്നെ ഹെൽപ്പ് ചെയ്യാലോ എന്ന് തോന്നിയ സന്ദർഭങ്ങളും ഉണ്ട്. അത് ഫീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഫീലൊന്നും നമ്മൾ നോക്കാറില്ല. കാരണം മുന്നോട്ടുള്ള യാത്രയിൽ കുറേ ആളുകൾ പുതിയത് വരും, കുറേ ആളുകൾ ചിലപ്പോൾ പോവും. അപ്പോൾ അത് നല്ല രീതിയിൽ അങ്ങനെ പോകുന്നു. ഈ ഒരു ജേർണിയിൽ ഹൂ ഇൻഫ്ലുവൻസ്ഡ് യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും? അങ്ങനെ പറയുമ്പോൾ ഞാൻ ഒരു ടേണിംഗ് പോയിന്റ് പോലത്തെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സബ്ജക്റ്റ് പറയേണ്ടി വരും. അത് ഏതാണ്ട് 99-ലൊക്കെയാണ്, 2000 കണ്ട. അപ്പോൾ ഞാനൊരു സ്ഥാപനത്തിൽ കൊച്ചിയിൽ വർക്ക് ചെയ്യാം. അതായത് നാട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3-4 മാസം വന്നപ്പോഴത്തേക്ക് എനിക്ക് തീരെ പറ്റാതെയായി. കാരണം ഇവിടെ ഉള്ള ഫുഡ്, പുറത്തുള്ള താമസം, അത്രയും കാലം ഞാൻ വീട്ടിൽ മാത്രം ജീവിച്ച ഒരാളാണ്. അപ്പോൾ അവിടെ ഞാൻ അന്ന് വീട്ടിൽ ഫോണില്ല, മൊബൈലില്ല. അപ്പോൾ എനിക്ക് അടുത്ത വീട്ടിൽ വിളിച്ച് അമ്മയുടെ അടുത്ത് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വേണം സംസാരിക്കാൻ. അച്ഛനമ്മക്ക് അവിടെയാണ് വിളിച്ച് സംസാരിക്കാൻ. അപ്പോൾ ഒരിക്കലും ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ ഇവിടുന്ന് പോവുകയാണ്, ഡിസ്കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് ഒരു രീതിയിലും പറ്റുന്നില്ല. അപ്പോൾ ഒരു STD ബൂത്തിൽ ചെന്ന് അടുത്ത വീട്ടിൽ വിളിച്ച് പറഞ്ഞ് അമ്മേനെ വിളിച്ചു വരുത്തി പറയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചു. അപ്പോൾ അവർ അമ്മയെ വിളിക്കാൻ പോയിരിക്കും. അപ്പോൾ ആ സമയത്ത് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടല്ലോ അവിടെ. ആ സമയത്ത് നോക്കുമ്പോൾ ഞാൻ STD ബൂത്തിലൊരു ബൈജു ഉണ്ട്. ഇപ്പോൾ ബൈജു എവിടെയെന്ന് എനിക്കറിയില്ല, ഞാൻ കുറേ കാലമായി പരിചയപ്പെട്ട്. STD ബൂത്തിലെ ബൈജുവിൻ്റെ അടുത്ത് ചോദിച്ചു, ചേട്ടൻ എന്താകെ മൂഡ് ഔട്ടാണല്ലോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു, ശരിയാവണില്ല ബൈജു, ഞാൻ പോവുകയാണ്, എനിക്കിവിടെ ഉള്ള താമസവും കാര്യങ്ങളൊന്നും എനിക്ക് ശരിയാവണില്ല, കൊച്ചിയിൽ ശരിയാവണില്ല, ഞാൻ പോവാം. അപ്പം അയാൾ പറഞ്ഞു, ചേട്ടൻ എന്തിൻ്റെ അസുഖമാണ്? കാരണം നിങ്ങളൊക്കെ സ്വർഗത്തിലാണ്, ചേട്ടൻ അവിടെ വലിയൊരു ഓഫീസ് സ്പേസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ കിടക്കാം. കാരണം ഞാൻ ഓഫീസ് തന്നെയാണ് കിടത്തം. അക്കമഡേഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ആ അക്കമഡേഷൻ എന്നുള്ളത് അവിടുത്തെ കമ്പ്യൂട്ടർ ലാബും അവിടെ തന്നെയാണ്, അതിൻ്റെ ജോലിയും കിടത്തമൊക്കെ അവിടെ തന്നെയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ചേട്ടന് സ്വസ്ഥമായിട്ട് കിടക്കാനൊരു സ്ഥലമുണ്ട്, ഫാന്, ലൈറ്റ് സൗകര്യങ്ങൾ, ബാത്റൂമുണ്ട്, ഈ എല്ലാ സൗകര്യമുള്ളൊരു സ്ഥലത്ത് നിന്നിട്ട് ചേട്ടൻ പറഞ്ഞു ഇപ്പോൾ സൗകര്യമില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്നുള്ളത്. ഞാൻ പകൽ മുഴുവൻ വെൽഡിംഗ് പണിക്ക് പോവാണ്, അത് കഴിഞ്ഞ് രാത്രി STD ബൂത്തിൽ ഇരിക്കണത് എന്തെങ്കിലും ചെറിയ പൈസ കിട്ടുമല്ലോ എന്നുള്ളതും, ഈ STD ബൂത്തിൻ്റെ ഈ ബെഞ്ചിൽ എനിക്ക് രാത്രി കിടക്കാം ഒരു 2 മണിക്ക് ശേഷം. ഈ STD ബൂത്തിന് ഈ ബിൽഡിങ്ങിലുള്ള ബാത്റൂം എനിക്ക് യൂസ് ചെയ്യാം. രാവിലെ കുളിച്ച് റെഡിയിട്ട് ഞാൻ വീണ്ടും വെൽഡിംഗ് പണിക്ക് പോകും, രാത്രി വീണ്ടും ഇവിടെ വന്നിരിക്കും. അപ്പോൾ എൻ്റെ സ്ഥിതി ചേട്ടനൊന്ന് അന്വേഷിച്ച് നോക്കിയൊക്കെ. അപ്പോൾ ചേട്ടനൊക്കെ സ്വർഗത്തിലല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അമ്മയുടെ വന്ന് നിൽക്കുന്ന ടൈമായി, വിളിച്ചു. അപ്പോൾ ചോദിച്ചു എൻ്റെ അടുത്ത്, നീ 2 ദിവസം മുന്നല്ലേ വിളിച്ചേ, പിന്നെ വീണ്ടും ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല, ഞാൻ വെറുതെ വിളിച്ചതാ എന്ന് പറഞ്ഞു. അതെനിക്ക് വലിയൊരു ടേണിംഗ് പോയിന്റാണ്. അന്ന് ആ ബൈജുവിൻ്റെ സമയത്തിൽ ആ ടോക്ക് നടന്നില്ലെങ്കിൽ
ഞാൻ തീർച്ചയായിട്ടും ചിലപ്പോൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ മേ ബി ചിലപ്പോൾ IT ഒന്നും ആയിരിക്കില്ല എൻ്റെ മേഖല. ഞാൻ ചിലപ്പോൾ ആ ഒരു മാറ്റത്തിനൊരു കാരണം ബൈജുവിൻ്റെ അന്നത്തെ ഒരു ഇടപെടലാണ്. ഇപ്പോൾ സാറ് സംസാരിച്ചത് എനിക്കൊരു പോയിന്റ് സ്റ്റക്കായി. ഓഫീസിലായിരുന്നു ഉറക്കം, ഓഫീസിലായിരുന്നു എല്ലാം. നമ്മൾക്ക് വേറൊരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് റെന്റ് കൊടുക്കണം. നമ്മളുടെ ഈ ഡ്രീം ഉള്ളത് കൊണ്ടിട്ട് നമ്മൾ എത്രയായാലും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം 5000 രൂപയാണ് റൂം റെന്റ് എങ്കിലും അത് നമ്മുടെ അടുത്ത് കൊടുക്കാൻ ഉണ്ടാവില്ല. പക്ഷെ ഓഫീസിന്റെ റെന്റ് കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഉണ്ടാവും. സോ ആ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഇപ്പം പല ഓണ്ടർപ്രണേഴ്സും അല്ലെങ്കിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാർഡ് ടൈമാണ്. അവിടെ നിന്ന് റൈസ് ചെയ്ത് വരാൻ ഭയങ്കര സ്ട്രഗിൾസ് അനുഭവിക്കേണ്ടി വരുമായിരിക്കും. ഇൻ ദാറ്റ് കേസ് വി കൻ സേ ഹൗ എന്താ ഈ ഓണ്ടർപ്രണേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്, ലൈക്ക് ഇഫ് യു ഹാവ് എനി സജഷൻസ്? അതായത് നമ്മൾ ഒരു നമുക്കൊരു ജോലിയിൽ നിൽക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് 30ാമത്തെ ദിവസം ശമ്പളം കിട്ടുന്ന അറിയാം. ഇതൊരു ഉറപ്പില്ല, എന്ന് കിട്ടുന്നുള്ളത് ഉറപ്പില്ല, കിട്ടുന്നറിയാം. അപ്പോൾ ആ കിട്ടുമെന്ന് അറിയാം, അത് എന്നുള്ളതോ ഏത് സമയം എന്നുള്ളതോ അറിയാതെ ഒരു ജേണിയാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റാർട്ടപ്പ്, ഒരു തുടക്ക കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ചിലവായിരിക്കും. നമുക്ക് സ്റ്റാഫുകൾ എടുക്കണം, ഓഫീസ് വേണം, നമുക്ക് ബാക്കപ്പ് ഇല്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമ്മുടെ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അടുത്ത മാസം മുട്ടിക്കും, അതിൻ്റെ അടുത്ത മാസം എങ്ങനെ മുട്ടിക്കും, ഈ ഒരു ഡ്രൈവിൽ ഓടുന്ന, പ്രത്യേകിച്ച് അത് എല്ലാ കാലഘട്ടത്തിലും അങ്ങനത്തെ എൻ്റർപ്രണേഴ്സ് ഉണ്ടാവും, ഇന്നും ഉണ്ടാവും അല്ലേ, ഇഷ്ടംപോലെ ആൾക്കാരല്ല, എല്ലാ തുടക്കക്കാരും അവനായിരിക്കും. അപ്പോൾ അവിടെ അവരോട് പറയാനുള്ളത്, ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ലാതെ തുടങ്ങുമ്പോൾ നമ്മൾ ഓടി കിതയ്ക്കും. കാരണം എന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നും തിരിച്ചു പോവാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബൈജുവിനോട് വിളിച്ച് ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ പോലെ, അതേപോലെ തിരിച്ചു പോകുന്ന ഒരുപാട് എൻ്റർപ്രണേഴ്സ് ഉണ്ട്, ഒരുപാട് തിരിച്ചു പോകുന്ന. അവരോട് പറയാനുള്ളത്, ഒരു ബാക്കപ്പ് ഇല്ലാതെ നമ്മൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമ്മളുടെ സ്ട്രഗിളിങ് വളരെ കൂടുതലായിരിക്കും. അത് പ്രത്യേകിച്ച് ഫാമിലി ലൈഫ് കൂടിയൊക്കെ ഉണ്ട്, ഫാമിലിയൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് അത് കുറേയും കൂടി അധികമായിരിക്കും. പുതിയ പിള്ളേർ ഒരുപാട് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഞാൻ ഒരുപാട് സ്റ്റാർട്ടപ്പുകൾക്ക് മെൻറ്ററിങ്ങും സപ്പോർട്ടൊക്കെ ചെയ്യുന്നതിന് അവരൊക്കെ സ്ട്രഗിൾ ചെയ്യണമെന്ന് ഞാൻ കാണുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, ഒന്നുള്ളത് ചിലവ് എന്താണോ എന്നുള്ളത് മുന്നോട്ട് കണ്ടുകൊണ്ട് ഒരു 3 മാസത്തേക്കോ 6 മാസത്തേക്കോ ചിലവിനുള്ളൊരു വക അവിടെ എടുത്തു വെച്ചിട്ട് നമ്മൾ നമ്മുടെ വർക്കിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലേക്കോ ഇറങ്ങണം. നമ്മൾ അടുത്ത മാസം അത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു കാര്യം ചെയ്ത് അവസാനം എത്തുമ്പോൾ അത് കിട്ടാതിരിക്കുകയും നമ്മുടെ പ്ലാന് പൊട്ടുകയും ചെയ്യുന്ന അത് ഇഷ്ടംപോലെ അവിടെ ചുറ്റും കാണുന്നുണ്ട്. അവരോട് പറയാനുള്ള, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല, നല്ല ഡെലിവറബിൾ ചെയ്യാൻ പറ്റില്ല, നമ്മൾ നമ്മുടെ ആ എൻ്റർപ്രണർഷിപ്പിൽ നിന്ന് നമുക്ക് പുറകിലേക്ക് പോകേണ്ട ഒരു ഫീല് ഉണ്ടാവും. നമ്മളുടെ ഒരു പോയിന്റ് വരുമല്ലേ, എല്ലാം നഷ്ടപ്പെട്ടു, ഇനി ഒരു റൈസ് ഇല്ല, പൈസ ഇല്ല കയ്യിൽ, സ്റ്റാഫ് 2 പേരുള്ളെങ്കിൽ 2 പേർക്ക് പൈസ കൊടുക്കണമല്ലോ 30ാം തീയതി, ആ ഒരു അവസ്ഥ വരും. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ സർവൈവ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇന്നും ഉണ്ട്. ഐ നോ ദാറ്റ്. അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ എങ്ങനെ സർവൈവ് ചെയ്യും? ഒരുപക്ഷെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവില്ല. അങ്ങനെയുള്ള സ്റ്റേജിലൊക്കെ എങ്ങനെയാണ് സർവൈവൽ പോസിബിൾ ആവുന്നത്? ഐ മീൻ അത് നമ്മുടെ ഒരു മൈൻഡ് പവറാണ്. സാറിന്റെ ജേർണിയിൽ എങ്ങനെ അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? ബട്ട് കീശയിൽ 10 രൂപ പോലും ഇല്ല, അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അത് അങ്ങനെ പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്ത കാലഘട്ടത്തിൽ നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് ഓഫീസ് വേണം, നമുക്ക് അതിനുള്ള ആൾക്കാർ വേണം, സംവിധാനങ്ങളെല്ലാം ആക്കി വന്നു കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ്, അതായത് നമ്മുടെ എക്സ്പെൻസ് കൂടുതലും നമ്മുടെ വരുമാനം ചെറുതായി നിൽക്കുന്ന ഒരു സമയം, അടുത്ത മാസം ആ പൈസ കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവരെല്ലാവരും നമ്മളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ആ മാസം ആ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ എന്തോ ഒരു ന്യായം അല്ല എന്തോ ഒരു കാരണങ്ങൾ പറഞ്ഞ് ആ പൈസ കിട്ടാതിരിക്കുക. അങ്ങനെ വരുമ്പോഴൊക്കെ നമ്മൾ ഇപ്പം ഞാൻ 10-20 വർഷം ജോലി ചെയ്തിട്ടാണ് ഞാൻ എൻ്റർപ്രണർഷിപ്പിലേക്ക് വന്നത്. അപ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ച ചില ചെറിയ കാര്യങ്ങളൊക്കെ എടുത്ത് അതുപോലെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം, കോവിഡ് സമയത്ത് എനിക്ക് 27 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ 27 പേര് ഞാൻ ആ കോവിഡ് സമയത്ത് 2 വർഷവും ഫുൾ സാലറി കൊടുത്ത് 27 പേര് മെയിൻറ്റെയിൻ ചെയ്തു. ആ സമയത്ത് ഒരാളെ നമുക്ക് പറഞ്ഞു വിടാം, ആരെതിൽ പറഞ്ഞു വിടുക, ആരും ഒഴിവാക്കുക, ആരും പറ്റില്ല. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ചെയ്തത് നമ്മുടെ സേവിങ്സ് ഉണ്ടായത് മുഴുവൻ സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചു, ഫാമിലി മെമ്പേഴ്സും പലരും ചോദിച്ചു, ഇങ്ങനെ ഇതെടുത്ത് മുഴുവൻ ചിലവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും ഭാവിയിൽ എന്താ ചെയ്യുക? അപ്പോൾ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അവരുടെ കാലക്കൊക്കെ വേണ്ടി നമ്മൾ 10 വർഷം ജോലി ചെയ്തപ്പോൾ ഉണ്ടാക്കി വെച്ച ചില സേവിങ്സൊക്കെ നമ്മുടെ അടുത്ത് സ്പെൻഡ് ചെയ്യാണ്. ഈ കോവിഡ് കാലഘട്ടത്തിൽ ശമ്പളം കൊടുക്കാനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലൊരു വിൽ പവർ കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ആൾക്കാർ ചോദിക്കും, നീ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് എങ്ങനെ ആവാന്നുള്ളത്. അപ്പോൾ ഞാൻ പറയാറ്, ഒന്നിൽ കോവിഡ് വന്ന് നമ്മളെല്ലാവരും ഇല്ലാതെയാവും. അപ്പോൾ പിന്നെ ഈ പൈസ മാറ്റി വെച്ച ആവശ്യമില്ലല്ലോ.
അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്താലും ബുദ്ധിമുട്ടില്ല. രണ്ടാമത്തത് കോവിഡൊക്കെ മാറി നല്ലൊരു സമയം വരും, അപ്പോൾ നമ്മളൊക്കെ തിരിച്ചു പിടിക്കും. നമുക്ക് അതിനുള്ള വിൽ പവർ പറഞ്ഞു വന്നത് ഇതിൽ പൈസ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒന്ന് നമ്മുടെ കോൺഫിഡൻസാണ് നമ്മളിത് ഡ്രൈവ് ചെയ്യുന്നത്. അതായത് അടുത്ത മാസം പൈസ എത്തിക്കാൻ ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷെ ഇതെല്ലാം പറയുമ്പോൾ ഒരു എൻ്റർപ്രണർഷിപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ വളരെ മിനിമമായിട്ടുള്ള കുറച്ച് ആളുകളും കൂടി നമ്മുടെ കൂടെ ഉണ്ടാവുകയും അവർ പാർട്ട്ണറാവാം, അല്ലെങ്കിൽ ജോലിക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കാം, പക്ഷെ അവരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. ഇപ്പോൾ ഒരു ടെക് റിലേറ്റഡ് കമ്പനി ആണെങ്കിൽ ആ ടെക്കി ആളുകൾ ആയിരിക്കും ഈ എൻ്റർപ്രണർ ആവാൻ നോക്കുന്നത്. ഫിനാൻഷ്യൽ ഒരു ഡിസിപ്ലിനും ഉണ്ടാവില്ല. പൈസ കിട്ടേണ്ടത് ചോദിക്കില്ല, വാങ്ങേണ്ട സമയത്ത് വാങ്ങിക്കില്ല, ഇൻവോയ്സ് ചെയ്യേണ്ട സമയത്ത് ഇൻവോയ്സ് ചെയ്യില്ല, എല്ലാം പോക്കറ്റിൽ നിന്ന് എടുത്ത് കുറേ കാശ് അവിടെ കൊടുക്കും, കുറേ കിട്ടുമെന്ന് വിചാരിക്കും. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉള്ള ഒരു ആളെ അല്ലെങ്കിൽ അതിന് പറ്റാവുന്ന ഒരു ഓർഗനൈസേഷൻ ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് അതും കൂടെ കൊണ്ടു നടക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരുപാട് കമ്പനീസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, സ്റ്റാർട്ടപ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ഇൻഫാക്ട് ഈ അക്കൗണ്ട്സിന് ആളില്ല, അല്ലെങ്കിൽ ഓരോ ഏത് വർക്കാണോ അതിന് കറക്റ്റ് ആളെ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് സൊല്യൂഷൻ ഉണ്ടാവും. പക്ഷെ എന്തോ ഇപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കൊണ്ടിട്ടൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവർക്കത് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ലോങ് ടേമിലേക്ക് ചിന്തിക്കുമ്പോൾ ഇറ്റ് വുഡ് ബി ഗുഡ് to have a refined person for that job, I guess. പക്ഷേ അതിനൊന്നും ശരിക്കും ഇപ്പോൾ ഞാൻ പറയാം, എൻ്റെ കമ്പനി തുടങ്ങിയപ്പോൾ ഇപ്പോൾ 10 വർഷമായിരുന്നു അല്ലേ, എൻ്റെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുന്ന ആൾ 10 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. അന്ന് 6 ഇൻവോയ്സ് ഉള്ളപ്പോൾ എൻ്റെ കൂടെ വന്ന അക്കൗണ്ടൻറ്റ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്ന അക്കൗണ്ടൻ്റായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുകയല്ല, ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുക. നമ്മളൊരു ചെറിയൊരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ പണി ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ മാസവും ഈ കമ്പനിയിലേക്ക് 25,000 ബില്ല് ചെയ്യണം, ഇന്ന ഡേറ്റ് ആണ്, ഇൻവോയ്സ് ഡേറ്റ് ഇതാണ്, അവരുടെ ഇന്ന ആളെ വിളിച്ച് പൈസ ചോദിക്കണം, എനിക്കത് ബില്ല് ചെയ്ത് അക്കൗണ്ടിൽ പൈസ വന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ മന്ത്ലിയുള്ള 10,000 എത്ര വെച്ചാൽ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആലോചിക്കുക ഇതെല്ലാം നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കുക. എല്ലാ എൻ്റർപ്രണേഴ്സിൻ്റെ ഒരു പ്രശ്നമാണ്, എല്ലാം എനിക്കറിയാം ഞാൻ എല്ലാം ചെയ്യും എന്ന് പറഞ്ഞാൽ അവർക്ക് ചില സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റില്ല. അതിൽ തീരെ എത്തിപ്പെടാൻ പറ്റുന്നൊരു ഭാഗമാണ് ഇതറിയോ, ഫിനാൻഷ്യൽ സൈഡ്. പൈസ കൊടുക്കാനുള്ളിടത്തും വാങ്ങാനുള്ളിടത്തും ആ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും ബെസ്റ്റ് ഒന്നുകിൽ നമ്മളാളെ പൊസിഷൻ ചെയ്യുക, അതിന് കോസ്റ്റാണ്, അത് ഔട്ട്സോഴ്സ് ചെയ്യുക. അങ്ങനെ ഈ 10 കൊല്ലമായിട്ട് ഞാൻ എൻ്റെ കൂടെ മിസ്റ്റർ ബിനീഷ് എന്ന് പറഞ്ഞ നമ്മുടെ അക്കൗണ്ടൻറ്റ്, ഇപ്പോൾ നമ്മുടെ ചീഫ് ഫിനാൻസ് ഓഫീസറാണ്, അദ്ദേഹം നമ്മുടെ കൂടെ നിന്ന് ഈ ഔട്ട്സോഴ്സിങ് മോഡലിൽ വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എന്ത് ചെയ്തു, 10 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഒരു വെർച്വൽ സ്റ്റാഫിങ് അല്ലെങ്കിൽ ബാക്ക് ഓഫീസ് സർവീസ് കമ്പനി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ റീസൺ ഇതാണ്. ഇദ്ദേഹത്തിൻ്റെ കൂടി ഞാൻ എൻ്റെ വർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ സുഖം മനസ്സിലായി. ഇതേപോലെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഔട്ട്സോഴ്സിങ് കമ്പനി ഉണ്ട്, നമ്മൾ ദുബായ്, ഒമാൻ, സൗദിയിലൊക്കെ ഉള്ള കമ്പനീസിൻ്റെ ബാക്ക് ഓഫീസ് സർവീസ് ഇവിടെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 10-35 പേര് ആ ഡിവിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു വർക്ക് കൾച്ചറിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാഫ് കുറേ വരും, കുറേ പേര് പോവും, അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റഡ് ആവാതിരിക്കുക. പക്ഷെ അതിൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് വിചാരിക്കുന്നത്. ഐ മീൻ ജസ്റ്റ് ആസ്കിങ്. ഇപ്പോൾ കുറേ പേര് വന്നിട്ട് ഇപ്പോഴത്തെ ജോബ്ലെസ് ആൾക്കാരൊക്കെ ഉണ്ടാവില്ല, അവർക്ക് അണ്ടർ പ്രഷർ വർക്ക് ചെയ്യാൻ ഭയങ്കര വിഷമമാണ്. ഇൻഫാക്ട് ഇപ്പം ഞാൻ ആസ് എ എംപ്ലോയി ചിന്തിച്ചാൽ പോലും ഞാൻ എന്തിനാണ് അവർക്ക് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യുന്നത് എന്നൊരു മെന്റാലിറ്റി എൻ്റെ ഉള്ളിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ലെറ്റ്സ് ഒരു 50% ആൾക്കാർക്കും ഉണ്ടാവാം. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? ഐ മീൻ വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ റിഗാർഡിംഗ്? ഈ പ്രഷർ ഇല്ലാതെ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോൾ തീരെ പ്രഷർ ഉണ്ടാവില്ല, ജോലി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. നമ്മളങ്ങനെ ഒരു പ്രഷർ ഇല്ലാത്ത ജോലി എന്നൊക്കെ പറഞ്ഞ് തിരഞ്ഞെടുക്കും. മേ ബി ചിലപ്പോൾ ചില വർക്കുകൾ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇന്ന് ഇതുവരെയുള്ള ഈ കാണുന്ന ഈ സംവിധാനങ്ങളെല്ലാം ഉണ്ടായി വന്നത് ഒരുപാട് ആൾക്കാരെടുത്ത പ്രഷറിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മളിങ്ങനെ ഇരിക്കുന്ന പോഡ്കാസ്റ്റും ഈ ഇരിക്കുന്ന സംവിധാനങ്ങളും ഈ ടെക്നോളജിയും ഈ കാണുന്ന എല്ലാം ഉണ്ടായത് ഒരുപാട് ആൾക്കാരുടെ പ്രഷറാണ്. അപ്പോൾ നമ്മൾ തീരെ പ്രഷർ ഇല്ലാതെയാവുമ്പോൾ ചിലപ്പോൾ മേ ബി ഇപ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ റിവേഴ്സ് പോകുന്നുള്ളില്ലേ. കാലഘട്ടം തീരുന്നതിനനുസരിച്ച് പുതിയ കാര്യങ്ങൾ എത്തുന്നതിനും പുതിയ എഫേർട്ട് ഇടുന്നതിനും പകരം അതെല്ലാം മടിയന്മാരായിട്ടുള്ള ഒരാൾക്കാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എഫേർട്ട് കുറയ്ക്കണം എന്ന് പറയുമ്പോൾ മടിയാണ്. ആ മടി ഒരിക്കലും ഒരു ഡെവലപ്മെന്റിനെ സഹായിക്കും തോന്നുന്നില്ല. അത് തീർച്ചയായിട്ടും നാശങ്ങൾ ഉണ്ടാക്കുള്ളൂ. മടി എന്ന് പറയുമ്പോഴത്തേക്ക് എഫേർട്ട് ആണല്ലോ. സോ AI വന്നപ്പോൾ കുറേയൊക്കെ ഹ്യൂമൻ എഫേർട്ടിനെ റെഡ്യൂസ് ചെയ്ത്, ഇപ്പോൾ കോണ്ടന്റിന്റെ സൈഡിലാണെങ്കിലും ഹ്യൂമൻ എഫേർട്ട് കുറച്ച് കുറവ് മതി. ആൻഡ് ഐ എം എ മെന്റർ ആൻഡ് സ്റ്റുഡൻസ് ആർ ആക്ച്വലി ആസ്കിങ്, ഇപ്പോൾ AI ChatGPT ഒക്കെ വന്നതുകൊണ്ടിട്ട് ഞങ്ങളുടെ പണി പോവോ, ഇനി ഫ്യൂച്ചറിൽ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നതിനോടുള്ള ഒരു ജെന്യുവൻ ആൻസർ എന്താ? ഒരിക്കലും അങ്ങനെ വന്നതിനെ കൊണ്ട് ജോലിയൊന്നും പോകുന്നില്ല. കാരണം അവിടെ ഒരു കാര്യമുള്ളത്, AI അറിയാത്ത പണിക്ക് പോയാൽ ജോലി പോകും. അതായത് AI നമ്മൾ അപ്ഡേറ്റഡ് ആവണം.
ഒരു മനസ്സിലായില്ല. നമ്മൾക്ക് ഏത് പ്രൊഫഷനും നമുക്ക് AI വെച്ചിട്ട് നമ്മുടെ സപ്പോർട്ടിങ് നമ്മുടെ ഒരു കമ്പാനിയനെ പോലെ AI യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ചില ടൈപ്പ് ജോബുകളൊക്കെ വാനിഷ് ആവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നന്നായിട്ട് സംസാരിക്കാറുള്ള ഒരാൾ ഒരു കോൾ സെൻറ്ററിലാണ് വർക്ക് ചെയ്തിരുന്നത്. അയാൾ ആലോചിക്കുന്ന എൻ്റെ ലൈഫ് മുന്നോട്ടൊക്കെ ഞാൻ പോകുന്നത് കോൾ സെൻറ്ററിൽ ഹയർ പൊസിഷനിൽ അങ്ങനെ കയറി ഞാനൊരു കോൾ സെൻറ്റർ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യണമെന്നാണെങ്കിൽ മേ ബി അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ചിലപ്പോൾ ആ ജോബില്ലാതെ വരും. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ചിട്ട് ഇന്ന് പല ഭാഷകളിലും ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പ്രോജക്റ്റുകളിൽ. ഫുള്ളി ഒരു കോൾ സെൻറ്ററിലുള്ള ആൾക്കാരെ റീപ്ലേസ് ചെയ്തിട്ട് AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പോസിബിളാണ്. അപ്പോൾ ചില ടൈപ്പ് ജോബുകൾ വാനിഷ് ആവും, ചില പുതിയ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്ക് വേണ്ട ഒരു നോളജ് എവിടെ വെച്ചാൽ ഞാൻ ഏത് റൂട്ട് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഫുഡ് ഇൻഡസ്ട്രി, AI വെച്ചിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നത്, ഭക്ഷണം കഴിക്കണ്ടേ, AI ആണെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. സോ വി നീഡ് ടു ചേഞ്ച് ദ വേ ഓഫ് തോട്ട്. ദർ ആർ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾ കാണുന്ന എല്ലാ ഓപ്പർച്യൂണിറ്റികളും ചുറ്റുവട്ടത്തും. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ AI വന്നതിനെ കൊണ്ട് ഒരിക്കലും ജോലി ഉണ്ടാവാതിരിക്കില്ല. പക്ഷേ AIയിൽ നമ്മൾ അപ്ഡേറ്റഡ് ആവണം. AIനെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കണം. എന്നിട്ട് നമ്മുടെ പ്രൊഫഷൻ നമ്മുടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ബെറ്റർ പൊസിഷൻസ് കിട്ടും. So while developing a company, what do you think the importance of having this branding? ബ്രാൻഡിങ് ആണ് നമ്മുടെ സ്ഥാപനത്തിന് മുന്നോട്ട് ഡ്രൈവ് ചെയ്യുക. ഇപ്പം ഞാൻ തുടങ്ങിയ സമയത്തൊന്നും ഇപ്പോൾ സ്കൈബടെക് എന്ന് പറയുന്ന എൻ്റെ ബ്രാൻഡ്, സ്കൈബടെക് എന്നുള്ള ബ്രാൻഡ് ആളുകൾക്ക് അറിയില്ല. എപ്പോഴും സുരേഷ് വന്നോ, സുരേഷിൻ്റെ കമ്പനിയുടെ ഇൻവോയ്സ് വന്നോ, എല്ലാം ബ്രാൻഡ് സുരേഷായിരുന്നു. then I സ്ലോലി ട്രാൻസ്ഫോം ചെയ്തു ആ സുരേഷ് എന്നുള്ളത് സ്കൈബടെക്കിലേക്ക് കൊണ്ടുവരാൻ. അതിൻ്റെ ആദ്യത്തെ SK തന്നെ സുരേഷ് കുമാറിൻ്റെ SK ആണ്. അങ്ങനെയാണ് സ്കൈബർ ടെക് എന്നൊക്കെ ഉള്ള സ്റ്റോറിയുള്ളത്. അപ്പോൾ അങ്ങനെ ആ ബ്രാൻഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ ടെക്നോളജി അഡ്വൈസറി സർവീസാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രാൻഡിങ്ങിന് വേണ്ടി നമ്മളൊരു മോഡലിനെ വെക്കാമെന്നോ കുറേ ബ്രാൻഡ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ആക്ടിവിറ്റീസിൻ്റെ ബ്രാൻഡ് പ്രൊമോഷനാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് ഐ നീഡ് ടു ബിക്കം ദ ബ്രാൻഡ് ഓഫ് സ്കൈബടെക്. അങ്ങനെ അപ്പോൾ അത് ഏത് സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന കമ്പനി ആണെങ്കിലും ആർക്കാണെങ്കിലും അവർക്ക് തന്നെ പണ്ടത്തെ പോലെയല്ല ഇന്ന് ബ്രാൻഡിങ് ചെയ്യാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ദർ ആർ ലോട്ട് ഓഫ് സോഷ്യൽ മീഡിയാസ് അല്ലേ, ഒരുപാട് ബ്രാൻഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അവിടെയുള്ള അവർക്ക് തന്നെ, അതായത് ആ സ്ഥാപനത്തിൻ്റെ എന്റർപ്രണർക്ക് തന്നെ ബിക്കം എ ബ്രാൻഡ് ഓഫ് ദാറ്റ് ഓർഗനൈസേഷൻ. അയാളായിരിക്കും ഏറ്റവും ആ ബ്രാൻഡിനെ പറ്റി, ആ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റിനെ പറ്റി പറയാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആള് അതിന്റെ ഫൗണ്ടർ ആയിരിക്കും. ആളുടെ സോളിലാണ് ആ പ്രൊഡക്റ്റ് എന്താണെന്നുള്ള കൃത്യം അറിയാം. അയാൾക്ക് കൺവേ ചെയ്യുന്ന പോലെ വേറെ ആൾക്കാർക്ക് കൺവേ ചെയ്യാൻ പറ്റില്ല. സോ ഹി ക്യാൻ ബിക്കം ദ ബ്രാൻഡ്. അതിനെ ഒരു ബ്രാൻഡ് നെയിമിലേക്ക് കൊണ്ടുവന്ന് സ്ലോലി ആളുകൾ ആ ബ്രാൻഡ് കാണുമ്പോൾ, ആ പേര് കാണുമ്പോൾ ദിസ് ഈസ് ടോക്ക് അബൌട്ട് ഇയാൾ പറയുന്നത് ഈ ബ്രാൻഡിനെ പറ്റിയാണ്, ഈ ബ്രാൻഡ് ഈ സർവീസ് ചെയ്യുന്ന കമ്പനിയാണെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് ഒരു 70-80% ആൾക്കാരും പറയും സ്കൈബടെക്കിൻ്റെ കാര്യങ്ങൾ, സ്കൈബടെക്കിൻ്റെ കോട്ട് കിട്ടി, സ്കൈബടെക്കിൽ ആൾ വന്നിരുന്നു. സോ ദാറ്റ് ഐ ടുക്ക് അറൗണ്ട് 3-4 years. അതിനുശേഷം പിന്നെ അതൊരു സ്കൈബടെക് എന്നുള്ള ബ്രാൻഡിങ്ങിലേക്ക് വന്നു. So anyhow, thank you so much for coming to our show. We'll see you again. Thank you. Thank you.